ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രീമി ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ വരുമല്ലേ, എല്ലാവരും ഈ ചിക്കൻ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ ടേസ്റ്റി ആയി വരുന്ന ഒരു ചിക്കൻ കറിയാണ്. പിന്നെ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ വേറൊരു കാര്യം, നമ്മളുടെ അവിടെ ഒരു ചെറിയ ബെൽ ബട്ടൺ ഉണ്ട്, അതിലൊന്ന് പ്രസ് ചെയ്യണം. നമ്മളിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ ഒരു 200 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ബോൺലെസ് പീസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം, കുരുമുളകിൻ്റെ പൊടി. പിന്നെ ചെയ്യേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പം ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്തതിന് ശേഷം ആദ്യം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മുതൽ ഒരു 20 മിനിറ്റ് വരെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചാൽ അത്രയും നല്ലത്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള മസാലയൊക്കെ റെഡിയാക്കി എടുക്കാവേ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇപ്പം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒന്ന് മാരിനേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് വെളിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതാ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ചൂടാകട്ടെ. നമുക്കതിനകത്തേക്ക് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കേണ്ട. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വേണ്ട, ചിക്കൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ ചിക്കൻ എത്രത്തോളം ഉണ്ടോ അതനുസരിച്ചിട്ട് നിങ്ങളിത് മാറ്റാം. ഇതിൻ്റെ ഡബിളാക്കിയാൽ മതി കേട്ടോ. 1/2 കിലോ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നേരെ ഇതിൻ്റെ ഒരു ഡബിളാക്കിയാൽ മതി. അത്രയും തന്നെ മതിയാകും. ഇനി ഞാനിവിടെ ഒരു 2 ചെറിയ സവോള, തീരെ ചെറിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു 2 എണ്ണം എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ ഒരെണ്ണം എടുക്കുക. അപ്പോൾ ആ സവോള ഞാൻ മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ സവോള ഒരിച്ചിരി ഒരു കളറൊന്ന് ചേഞ്ചായി വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ സവോളയുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെയും ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇച്ചിരി ഒന്ന് മൂത്ത് വന്നോട്ടെ. ഒരുപാട് അങ്ങ് ബ്രൗണിഷ് കളർ ആകേണ്ട, എന്നാൽ നന്നായിട്ട് മൂക്കുകയും വേണം. സ്റ്റൗ സിമ്മിലിട്ടിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കേട്ടോ. ഇപ്പോൾ ബോൺലെസ് പീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കുക്കിംഗ് ടൈം വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ ഒരു മൈൽഡ് ഫ്ലേവറാണ് കേട്ടോ വരുന്നത്. ഒരുപാട് മസാലയോ അങ്ങനെയുള്ളതൊന്നും ചേർക്കുന്നില്ല. വളരെ കുറച്ച് മസാലയിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിതാ അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇനി നമുക്കൊരു 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് നീളത്തിലരിഞ്ഞ് 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കനാണ് ഇട്ട് കൊടുക്കേണ്ടത്. ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ട് ഈ ഒരു പേസ്റ്റിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ടൈമിൽ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണം. വെള്ളം ഒന്നും ഒഴിക്കേണ്ട, തീ സിമ്മിലേ ഇടാവുള്ളൂ. ഒരു ചിക്കനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളമൊന്ന് വരും. പിന്നെ ആ എണ്ണയിൽ കിടന്നിട്ട് ജസ്റ്റ് ഒന്ന് വെന്ത് വരട്ടെ. ഞാനിപ്പോൾ ചെയ്യുന്നത് സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. നിങ്ങൾ നോൺ സ്റ്റിക്കിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു വിഷയം വരുത്തില്ല. അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുവാണേ. ഇനി ഒരു 10 മിനിറ്റ് ഇത് ഇവിടെ ഇരിക്കട്ടെ.
ഇപ്പോൾ ഒരു 10 മിനിറ്റ് സമയം നമ്മൾ അടച്ചു വെച്ചു. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് കൂട്ടിയതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ എന്ന് പറഞ്ഞാൽ ഈ ഒരുപാട് ബ്രൗൺ കളറിലല്ല, ജസ്റ്റ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറുതായിട്ട് ഇതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറി വരുന്ന ആ ഒരു പരുവം ഉണ്ടല്ലോ, അതുവരെ. ഞാനിങ്ങനെ കുറേ ചിക്കൻ്റെ വെറൈറ്റീസ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വെച്ചപ്പോഴത്തേക്കിനും എനിക്ക് ഉണ്ടാക്കിയപ്പോഴത്തേനും കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ചേർത്തിരിക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ക്യൂമിൻ ജീരകത്തിൻ്റെ പൗഡർ, അതായത് ചെറിയ ജീരകത്തിൻ്റെ പൗഡറാണ്. പിന്നെ വേണ്ടത് ഗരം മസാല, അതൊരു 1/2 ടീസ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് അളവ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവുമേ. അപ്പോൾ ഞാൻ ഇതുകൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒന്നിച്ച് തന്നെ ചേർക്കാം കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഞാനിപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിം എന്നുള്ള രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു ചെറിയ തക്കാളി പേസ്റ്റ് ആക്കിയത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇപ്പോൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇനി നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. നമുക്കിനി ഇതിൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അല്പം ഉപ്പ് കുറവാണ്. നമ്മൾ ചിക്കനകത്ത് മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളായിരുന്നു, മസാലയിൽ ഇപ്പോഴാണ് ചേർക്കുന്നത്. അപ്പോൾ അതിനും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടി പോകരുത്. ഇപ്പം നമ്മുടെ ചിക്കൻ അത്യാവശ്യം കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ചിക്കനും കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ചേർത്ത മസാലയെല്ലാം ഈ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ട് നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് ഒരു 8 മുതൽ 10 വരെ ചേർത്ത് കൊടുക്കാം. കാഷ്യൂ ആണ്. ആ കാഷ്യൂ ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിന് പകരം ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാൻ ഫ്രഷ് ക്രീം വെച്ചിട്ട് ട്രൈ ചെയ്തിട്ടില്ല. കാഷ്യൂ വെച്ചിട്ട് മാത്രമേ ചെയ്ത് നോക്കിയിട്ടുള്ളൂ. അപ്പം ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ എപ്പോഴും സാധാരണ രീതിയിലുള്ള ചിക്കൻ കറിയല്ലേ കൂടുതൽ. ഇപ്പോൾ ഒത്തിരി വെറൈറ്റീസ് ചെയ്യുന്നവരുണ്ട്, എന്നാൽ പോലും ഇതും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഇതും നമ്മൾ നല്ലതുപോലെ ഈ ചിക്കനിലേക്ക് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ കാഷ്യൂ പേസ്റ്റും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ കേർഡാണ്. ഞാനിവിടെ എടുക്കുന്നത് യോഗർട്ടാണ്. പുളിയില്ലാത്ത തൈരാകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അത് നമുക്കൊന്ന് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തൈരും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ആ ഒരു ഫ്ലെയിമിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. തൈര് ചേർത്തിട്ട് ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കണ്ട. അപ്പം തൈര് ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ ഏകദേശം ഒരു 3/4 കപ്പ് അളവിൽ നമ്മൾ ചൂട് വെള്ളവും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചവെള്ളം ചേർക്കരുത്, നമ്മളുടെ കറിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. ഇനി നമുക്കിതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളുടെ കറി നല്ല തിളച്ച് നല്ല നോക്കിയേ, നല്ല ക്രീമി ടെക്സ്ചറിൽ വന്നിട്ടുണ്ട്. കണ്ടോ?
ഈ ഒരു പരുവമാകുമ്പോഴത്തേക്കിന് നമുക്ക് ഇതിൽ ചെക്ക് ചെയ്യാം. ഞാനിതിൻ്റെ ഉപ്പും പുളിയും എല്ലാം കറക്റ്റാണ് കേട്ടോ. ഒന്നും കൂടിപ്പോയിട്ടോ കുറഞ്ഞു പോയിട്ടോ ഒന്നുമില്ല. ചിക്കനൊക്കെ നല്ല പഞ്ഞി പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ കസൂരിമെത്തി, നമ്മുടെ ഉലുവേൻ്റെ ഇലയുണ്ടല്ലോ, അത് ജസ്റ്റ് ഞാൻ കയ്യിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇല്ലെന്നെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് കിട്ടും ഈ ഒരു ഇത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളുടെ ഈസി പീസി ക്രീമി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒരു പ്ലേറ്റിനകത്തേക്ക് മാറ്റാം. ഈസി പീസി ക്രീമി ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഏറ്റവും മുകളിലേക്ക് നമുക്കൊരു ചെറിയ സ്ലൈസ് ബട്ടർ കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ പറയണം. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി ഉടൻ തന്നെ കാണാം. ബൈ ബൈ.